ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ സൗഖ്യദായകനായ യേശുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മൾ ഭാവി തലമുറയ്ക്കായി പ്രത്യാശാഭരിതമായ മെച്ചപ്പെട്ടൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിനായി ഒത്തൊരുമിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. യേശു കഫർനാമിൽ വീടിൻ്റെ കവാടത്തിൽ പ്രഭാഷണം നടത്തവേ 4 പേർ തളർവാദ രോഗിയായ സുഹൃത്തിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവിടെ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നതിനാൽ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ മേൽക്കൂരയിൽ ഒരു വിടവുണ്ടാക്കി അതിലൂടെ കട്ടിൽ യേശുവിൻ്റെ മുന്നിലേക്ക് ഇറക്കി. കട്ടിൽ തൻ്റെ മുന്നിലേക്ക് ഇറക്കുന്നത് പ്രസംഗിക്കുകയായിരുന്ന യേശു കണ്ടു. യേശു അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നിട്ട് ദൃശ്യ അടയാളമായി അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോകുക. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. രോഗശാന്തിയുടെ എത്ര വിസ്മയകരമായ മാതൃക! ആ ആളുകൾ തന്നിലർപ്പിച്ച വിശ്വാസത്തിനും പ്രത്യാശയ്ക്കുമുള്ള, അവർക്ക് അന്യോന്യമുള്ള സ്നേഹത്തിനുള്ള നേരിട്ടുള്ള ഉത്തരമായിരുന്നു യേശുവിൻ്റെ ആ ചെയ്തി. ആകയാൽ യേശു സൗഖ്യം നൽകി. എന്നാൽ വെറുതെ തളർവാദം മാറ്റുകയല്ല അവിടുന്ന് ചെയ്യുന്നത്. യേശു സകലവും സൗഖ്യമാക്കുന്നു, പാപങ്ങൾ പൊറുക്കുന്നു, തളർവാദ രോഗിയുടെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും ജീവിതം നവീകരിക്കുന്നു. ഒരു പുനർജന്മമേകി എന്ന് പറയാം. ശാരീരികവും ആത്മീയമായ ഒരു സൗഖ്യം, വൈയക്തികവും സാമൂഹികവുമായ ഒരു കൂടിക്കാഴ്ചയുടെ ഫലമാണിത്. ആ ഭവനത്തിൽ സന്നിഹിതരായിരുന്നവരുടെ സൗഹൃദവും വിശ്വാസവും എങ്ങനെയുള്ളതായിരുന്നുവെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക. അവ യേശുവിൻ്റെ പ്രവർത്തനത്താൽ സംവർദ്ധകമായി. ഇന്നത്തെ നമ്മുടെ ലോകത്തിൻ്റെ സുഖപ്രാപ്തിക്ക് എപ്രകാരം സഹായിക്കാൻ നമുക്ക് സാധിക്കും? ആത്മശരീരങ്ങളുടെ വൈദ്യനായ കർത്താവായ യേശുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ നാം അവിടുത്തെ സൗഖ്യദായകവും രക്ഷാകരവുമായ പ്രവൃത്തി ശാരീരികവും സാമൂഹികവും ആധ്യാത്മികവുമായ അർത്ഥത്തിൽ തുടരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. രോഗങ്ങളാൽ വലയുന്ന ഈ ലോകത്തെ സൗഖ്യമാക്കുകയെന്ന ദൗത്യം.